കൊട പിടിച്ചിട്ട് ഒന്നും കാര്യമില്ല, നല്ല ചൂടുണ്ട്. പക്ഷെ ഈ നിൽപ്പൊക്കെ നമ്മൾ നിൽക്കുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ആലോചിക്കുമ്പോഴാണ്. ഒരാൾക്ക് വേണ്ടി. അതും ആ മനുഷ്യൻ ഇന്ന് വരുന്നത് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇന്ത്യയുടെ സിനിമയ്ക്ക് കൊടുക്കാവുന്ന പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയതിനു ശേഷം യുഎഇയിൽ വരുന്ന നിമിഷം, അതും ഈ കരാമയിൽ വെച്ച് നമ്മൾ ആഘോഷിക്കും. ഉറപ്പല്ലേ? ലാലന്റെ ഫാൻസിന്റെ ഒരു ബഹളം നേരിട്ടെ. എനിക്കറിയാം ആ അറ്റം വരെ നിൽപ്പുണ്ട്. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് കേൾക്കാം. നമ്മുടെ ലാലണ്ടൻ ഫാൻസിലുള്ള സ്ത്രീകളെല്ലാരും ചേർന്ന് ബഹളം തന്നെ. ലാലേട്ടൻ ഫാൻസ് ആയിട്ടുള്ള പുരുഷന്മാരെല്ലാരും, അതാണ് ഫീല്. അതെ, ഇന്ന് വന്നേക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളെല്ലാവരും കണ്ട ഏറ്റവും കൂടുതൽ ചർച്ച എന്തിന്, ഇന്ത്യൻ സിനിമയിലെ തന്നെ എല്ലാ നായകന്മാരും ഒരേപോലെ ചർച്ച ചെയ്തു, ഇങ്ങനെ ചെയ്യാൻ ആർക്കും പറ്റും, ഒരേ ഒരാൾക്കേ പറ്റുള്ളൂ, അത് നമ്മുടെ ലാലേട്ടന് മാത്രമാണ്. വിൻസ്മേര എന്ന് പറയുന്ന ബ്രാൻഡ് ലോഞ്ചിന് മുമ്പ് തന്നെ ഈ ആഡ് സൂപ്പർ ഹിറ്റായി. വിൻസ്മേരയുടെ ആദ്യത്തെ ബ്രാഞ്ച് എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയോ? ആർക്കറിയാം? അല്ല, അങ്ങനെ വെറുതെ പറയണ്ട. ഞാൻ അതിനൊരു സമ്മാനം കൂടി തരാം. എനിക്ക് ഒരു ആ സമ്മാനം ഇല്ലേ ഇവിടെ? ആർക്കറിയാം വിൻസ്മേരയുടെ ആദ്യത്തെ ബ്രാഞ്ച് എവിടെയായിരുന്നു എന്നുള്ളത്? ആണ് തുടങ്ങിയ ദിവസം പറ. വേണ്ട. തുടങ്ങിയത് കേരളത്തിലെ ഏത് ജില്ലയിൽ അറിയാൻ കൈമുക്ക. ഉത്തരം വിളിച്ചു പറയണ്ട. എവിടെ സമ്മാനം? എവിടെ സമ്മാനം കൊടുക്കണേ ഞാൻ പറയുമ്പോ. ഈ നിൽക്കുന്ന ആളിനൊന്നും ചോദിച്ചു നോക്കിയേ. എന്താ ഉത്തരം? എന്തുവാ? കോഴിക്കോടാണ് ശരിയായ ഉത്തരം. കോഴിക്കോട് തന്നെയാണ്. ഒരു ഉത്തരം കഴിഞ്ഞേ. എന്താ പേര്? നേഹ. നേഹയ്ക്ക് ഒരു സമ്മാനം കൊടുക്കാം ചേട്ടാ. നേഹയ്ക്ക് നമ്മുടെ വിൻസ്മേര നൽകുന്ന സമ്മാനം. ഷോറൂമിന്റെ ഉദ്ഘാടനം നടക്കും. ആ ഉദ്ഘാടനം നടന്ന് അതിനകത്ത് ഫസ്റ്റ് സെയിലും നടത്തിയതിനു ശേഷം നേരെ നിങ്ങളെ കാണാൻ ഈ വേദിയിലെത്തും അദ്ദേഹം. ഓക്കെ, ഈ വേദിയിൽ എത്തുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി, നമ്മളെല്ലാവരും ചേർന്ന് ഇന്നൊരു ആഘോഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ലാലേട്ടൻ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ട് നിങ്ങളുടെ ഇടയിലോട്ട് വരുന്നതല്ലേ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് അതിനൊരു ഒരു ആദരം കൊടുക്കണ്ടേ? വേണ്ടേ? ഇവിടെ നമ്മളെല്ലാരും ഒന്നിച്ച് നിന്നിട്ട് കേട്ടാ, ആ സമയം തൊട്ട് നിങ്ങളെ ഒരുപാട് പേര് ഇവിടെ കാത്തുനിൽപ്പുണ്ട്. ഏതാണ്ട് ഒരു 9:30 സമയം തൊട്ട് ഇവിടെ ആൾക്കാർ വന്ന് നിൽപ്പുണ്ട്. അവരെല്ലാരും ശരി ചോദിക്കട്ടെ, എത്ര പേര് ഇവിടെ 10 മണിക്ക് വന്ന്? എത്ര പേര് 10 മണിക്ക്? ശരി, എത്ര പേരുണ്ട്? തിരുവനന്തപുരത്ത് നിന്ന് വന്ന് എത്ര പേരുണ്ട് ഇവിടെ? തിരുവനന്തപുരം എന്ന് പറയുമ്പോ ബഹളം കേട്ടെ. തിരുവനന്തപുരത്ത് എത്ര പേര്? ഓക്കെ, കൊല്ലംകാർ എത്ര പേര്? കൊല്ലംകാര് വരും. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, നമ്മളെല്ലാം അദ്ദേഹത്തെ കാണാനാണ് രാവിലെ തൊട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, മുമ്പോട്ട് തള്ളി വരുമ്പോ ആ ബാരിക്കേഡുകളൊക്കെ ശ്രദ്ധിക്കണം. ഫ്രണ്ടിൽ നിൽക്കുന്നതെല്ലാം ready everyone. മലയാളത്തിന്റെ ലാലേട്ടൻ, മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ coming in നമ്മുടെ കരാമയിലേക്ക്. നമ്മുടെ വിൻസ്മേരയുടെ 3ാമത്തെ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ രാജ വെട്ടി വീശി എറിയ പോരാ പോലും തയങ്ങാതെ വെച്ച കാലം വെച്ചതില്ലെങ്കിൽ
Ladies and gentlemen, make some noise. മൂന്നാമത്തെ ബ്രാഞ്ച്, ലോകത്തെ മൂന്നാമത്തെ ബ്രാഞ്ച്, യുഎഇയിലെ രണ്ടാമത്തെ ബ്രാഞ്ച്, ഇന്റർനാഷണലി രണ്ടാമത്തെ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് നിങ്ങളുടെ കൺമുമ്പിൽ. നമുക്ക് ആ ചെണ്ടയൊക്കെ വിളിപ്പിച്ചു തുടങ്ങല്ലേ ആ ഉദ്ഘാടനത്തിന് വേണ്ടി? റെഡി? എല്ലാവരും ചേർന്നൊരു വലിയ കയ്യടി ആ ഉദ്ഘാടനത്തിനായി. തുടങ്ങാം. Ladies and gentlemen, make some noise. നമുക്കായി ഒരുക്കാൻ കഴിയും. മേൽപ്പറഞ്ഞ നന്മയും ആത്മാർത്ഥതയും കൈമുതലായവരാണ് ബിൻസ്മേര, അവരുടെ അണിയറ ശില്പികളായ കാമ്പ്ര സഹോദരന്മാർ. നമ്മുടെ കേരള നാടിൻ്റെ പൈതൃകത്തിലും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനുള്ള മലയാളികളുടെ ഉത്സാഹത്തിലും ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ എല്ലായ്പ്പോഴും
വിൻസ്മേര ജുവൽസിന്റെ കരാമാസ് എന്ന ഷോറൂമിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം. ദുബായിയുടെ ഹൃദയഭാഗത്ത് വിൻസ്മേരയുടെ ഒരു പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. 2025 രണ്ടാം പാദത്തിൽ ഓഗസ്റ്റ് 17 തീയതി കോഴിക്കോട് തുറന്ന ഷോറൂമിലൂടെ ഒരു പുതിയ ആഭരണ സംസ്കാരത്തിനാണ് വിൻസ്മേര തുടക്കമിട്ടത്. അന്ന് അവിടെ നിങ്ങൾ നൽകിയ അവിസ്മരണീയമായ വരവേൽപ്പ് ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു. ജനഹൃദയങ്ങളിൽ വിൻസ്മേര നേടിയെടുത്ത വിശ്വാസ്യതയ്ക്കും സ്നേഹത്തിനുമുള്ള തെളിവാണ് വിൻസ്മേര ഇന്ന് UAE-യിലേക്കും അറബ് ലോകത്തേക്കും കൊണ്ടുവന്നു. എന്തെന്നാൽ ഓരോ വ്യക്തിക്കും, ഓരോ അഭിരുചിക്കും ഓരോ സവിശേഷ ആഭരണം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മെറ്റീരിയൽ സെലക്ഷൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുകയും ഡിസൈനിലെ സൂക്ഷ്മ വിശദാംശങ്ങളിൽ പോലും ലാലേട്ടൻ നമ്മുടെ സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ പരമോന്നത പുരസ്കാരമായ നമുക്ക് ലാലേട്ടനോടൊപ്പം ഒന്ന് ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനൊരു വീഡിയോ പ്ലേ ചെയ്തോട്ടെ. നമുക്ക് എല്ലാവർക്കും ഒന്ന് താഴേക്ക് നിൽക്കാം. ലാലേട്ടനെ മാത്രം ഞാനൊന്ന് സ്റ്റേജിൽ നിർത്തി അതൊന്ന് കാണിച്ചോട്ടെ. सहजता और स्वाभाविकता से अभिव्यक्त करने वाला भारतीय सिनेमा का वो अद्भुत कलाकार जिन्हें हम सब मोहन लाल के नाम से जानते हैं। 4 दशकों से ज्यादा और लगभग 400 फिल्मों में आपने न सिर्फ मलयालम सिनेमा को समृद्ध किया, बल्कि तमिल, तेलुगु, कन्नड़ और हिंदी फिल्मों में भी एक महत्वपूर्ण योगदान दिया। I have been inspired by many, my colleagues, directors and even life itself. Each person I worked with has shaped me in some way. केरल में पथनमथिट्टा जिले की इलांथूर स्थान की वो धरती धन्य हुई जहां 21 मई 1960 में आपका जन्म हुआ। हालांकि 1977 से 1978 के दौरान आप स्टेट लेवल के रेसलिंग चैंपियन रहे, पर अभिनय से बेहद लगाव बचपन से रहने के कारण आपने एक्टिंग को अपना पैशन और प्रोफेशन चुना। From a very young age, I felt a natural connection to performance. What started as small roles in school plays slowly grew into a lifelong passion. साल 1980 में बनी फिल्म मंजिल विरंजा पूक्कल से आपकी फिल्मी सफर की शुरुआत हुई। पहले खलनायक की भूमिका में नजर आए और फिर तरह तरह के भिन्न रोल में दिखे। Several films have touched me deeply. Both the ones I have acted in and those I have watched. Each story that stays in my heart reminds me why cinema is such a powerful medium. मणिरत्न लेफ्टिनेंट कर्नल का पद भी दिया गया। 2001 में पद्मश्री और 2019 में आपको पद्म भूषण सम्मान भारत सरकार की ओर से दिया गया। It's a moment of deep gratitude. This award is not just a recognition of my work, but also a reminder of the love and trust of my audience. It humbles me and motivates me to keep giving my best to cinema. തരുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാരും സ്റ്റാൻഡിങ് ആയതുകൊണ്ട് ഒരൊറ്റ കാര്യം ചെയ്തോട്ടെ, നമ്മളെല്ലാരും ആഗ്രഹിച്ച ഒരു സാധനം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം കൈമുകളിലേക്ക് ഉയർത്തി.
മുമ്പ് നമ്മുടെ അഷ്റഫിക്കുണ്ട്. ഹംസക്ക ഒന്ന് വന്ന് ഒരു പൊന്നാട അണിയിച്ച് നമ്മുടെ ലാലേട്ടനോടുള്ള ആദരം അറിയിക്കണം. നമ്മുടെ ഫ്ലോറ ഗ്രൂപ്പ് ചെയർമാൻ ഹംസക്ക ഒന്ന്. Mr. V.A. Hamza to honor Padma Shri Mohanlal. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ലാലേട്ടൻ ഒരു ഇച്ചിരി കേക്ക് കൊടുത്തു. ഒരുപാട് എല്ലാ സൈഡിലും നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സെൽഫി നമുക്ക് വേണ്ടിയിട്ട് എടുക്കും. ഓരോ വ്യക്തിക്കും ഓരോ അഭിരുചിക്കും അനുസരിച്ചുള്ള ഓരോ ആഭരണമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിൻസ് മേരെ ഒരുക്കുന്ന ആഭരണങ്ങൾ ആദ്യം തൊട്ട്